പേപ്പർ 2 ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് കൺസിഡർ എലിപ്സ് ഗിവൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇക്വൽ ടു 1 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇക്വൽ ടു 1. അപ്പോൾ ബേസിക്കലി എക്സും വൈയും മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്വൽ ടു 1 ആണെങ്കിൽ അടുത്തത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 ആണ്. എക്സും വൈയും മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ എയും ബിയും മാറ്റിയിരിക്കണം, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, ഇനി പി ബി ദ പോയിന്റ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് വിത്ത് ഗിവൺ എലിപ്സസ് ഇന്റർസെക്ട്. അപ്പോൾ സിമെട്രി നമുക്കറിയാം എക്സ് ഇസ് ഇക്വൽ ടു വൈയിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവുക. തീറ്റ ഇസ് ദി അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് ടു ദ ഗിവൺ എലിപ്സ് അറ്റ് പോയിന്റ് പി, ദ വാല്യൂ ഓഫ് 4 tan തീറ്റാസ്. അപ്പോൾ നോക്കിക്കേ, ഈ സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോണത് 2x ബൈ എ സ്ക്വയർ പ്ലസ് 2y വൈ ഡാഷ് ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വൈ ഡാഷ് കിട്ടാൻ പോണത് മൈനസ് എക്സ് ബൈ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ബൈ വൈ ആയിരിക്കും. അപ്പോൾ എം എന്ന് പറയുന്നത് മൈനസ് ബി സ്ക്വയർ എക്സ് വൺ ബൈ എ സ്ക്വയർ വൈ വൺ ആയിരിക്കും. എക്സ് വണ്ണും വൈ വണ്ണും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാണ് വരാൻ പോണത്. അപ്പോൾ സ്ലോപ്പുകൾ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ റേഷ്യോ അല്ലെങ്കിൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ റേഷ്യോ വിത്ത് നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ ഒരു സ്ലോപ്പ് -4 ആണെങ്കിൽ മറ്റേ സ്ലോപ്പ് -1/4 ആയിരിക്കും. ആ റേഷ്യോ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ടാൻ തീറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മോഡുലസ് ഓഫ് -4 പ്ലസ് 1/4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 എന്ന് കിട്ടും. സോ മോഡുലസ് ഓഫ് -16 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 15/8 എന്ന് കിട്ടും. 15/8. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് 4 tan തീറ്റയാണ്. അപ്പോൾ 15/2 7.5 ആണ് അതിൻ്റെ ഉത്തരം വരും. 7.5.